നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ ചെങ്ങളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ഇന്ന് ചാണ്ടി ഉമ്മൻ്റെ മണ്ഡല പര്യടനം ആരംഭിക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ തുടങ്ങിയ ഒരു വാക്കുകൂടെ ആവർത്തിച്ചോർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. ഇടതുവശത്താണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശ്രീ ചാണ്ടി ഉമ്മന്റെ സ്ഥാനം സ്പീക്കറുടെ വലതുവശത്തായിരിക്കും. ശ്രീ അഡ്വക്കേറ്റ് ഫിൽസർ മാത്യൂസ്, ഈ നാടിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ വരുന്ന 9-ാം തീയതി ഈ സംസ്ഥാനത്ത് ഒരിക്കൽ കൂടി അരങ്ങേറുന്നു. നമുക്കറിയാം, ഈ നാടിന്റെ യാതനകൾക്കും വേദനകൾക്കും, ഈ നാടിന്റെ കഷ്ടപ്പാടുകൾക്കും, ഈ നാടിന്റെ സകല പ്രശ്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന്റെ നേതാവ് ശ്രീ പിണറായി വിജയനും ഈ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ നയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങേ സൈഡിൽ ഒരുപിടി ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ചെയ്തിട്ടില്ല. അയാളും അയാളെ കൈപിടിച്ച് നടത്തുന്ന ഒരു അമ്മ, ആ കുട്ടിയുടെ അച്ഛൻ നഷ്ടപ്പെട്ടു. ആ ചെറുപ്പക്കാരന് ഒരു അനിയനുണ്ടായിരുന്നു, കോളേജിൽ പഠിച്ചുകൊണ്ട്. അയാൾക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ കുടുംബത്തിന് ഏക വരുമാനം ഈ ചെറുപ്പക്കാരനായിരുന്നു. അമ്മ വീട്ടുജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്. പിറ്റേന്ന് മുതൽ ഈ ചെറുപ്പക്കാരനെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നതിന്, കട്ടിലിൽ കൊണ്ട് കിടത്തുന്നതിനുള്ള ഈ അമ്മയുടെ കൈയുടെ സഹായം വേണം. അങ്ങനെ ആ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. അയാളുടെ അനുജൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. BJP-യുമായ ഡീല് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആരാധനായ, നമ്മുടെ പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ സാരഥി, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ജൈത്രയാത്ര തുടരുകയാണ്. പുതുപ്പള്ളിയിലെ ഓരോ പഞ്ചായത്തുകളിലും പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മന്റെ പര്യടന പരിപാടി ഇന്നലെ അയർക്കുന്നതായിരുന്നു, മിനിയാന്ന് പാമ്പാടിയിലായിരുന്നു. ഇന്ന് ഈ അകലക്കുന്നം പഞ്ചായത്തിന്റെ രാജവീതികളിലൂടെ ഈ സ്ഥാനാർത്ഥിയുടെ പര്യടനം കടന്നു പോകുമ്പോൾ തീർച്ചയായും ഈ മേഖലയിലുള്ള ആളുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ കേരളത്തിലുള്ള ഭരണമാറ്റത്തിന് തങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകുവാൻ ആവേശത്തോടു കൂടി നിൽക്കുകയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച പരിപാടികൾ, അദ്ദേഹത്തിന്റെ പദ്ധതികൾ, അതൊക്കെ ഹൃദയത്തിലേറ്റിയ ജനങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് അനുകൂലമായ വലിയ ജനപിന്തുണ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിച്ചു പോകുന്നതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ BJP-യുമായി CPM ഒറ്റ ചങ്കാതിമാരായി മുമ്പോട്ട് പോവുകയാണ്. അതിന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒന്നും നമ്മൾ കണക്കുകൾ പരിശോധിക്കേണ്ട. ഈ തൊട്ടടുത്ത് നമ്മുടെ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലത്ത്, ശബരിമല റാന്നി നിയോജക മണ്ഡലത്തിലാണ്. അവിടെയൊക്കെ BJP-ക്കാരില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവിടെ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്ന 2020-ക്ക് വേണ്ടി ചക്ക ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്, ശബരിമല ഉൾപ്പെടെയുള്ള റാന്നി നിയോജക മണ്ഡലത്തിൽ. അതുപോലെ തന്നെ ഈ കൊള്ളയ്ക്കെല്ലാം കൂടുതൽ ദേവസ്വം മന്ത്രിയുടെ ഏറ്റുമാനൂര്, അവിടെയും BJP ഇല്ലെന്നൊന്നും പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെയും സ്ഥാനാർത്ഥി അവിടെ എങ്ങുമില്ലാഞ്ഞിട്ട് എവിടുന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് 2020-യുടെ ചക്ക ചിഹ്നത്തിൽ അവിടെയും മത്സരിക്കുകയാണ്. കേരളത്തിലൊട്ടാകെ BJP-യുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ CPM മുന്നോട്ട് പോകുന്നത്. ഈ ഒറ്റച്ചങ്കാധിമാരെ തിരിച്ചറിയാൻ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കഴിയണം, അത് കാണിച്ചു കൊടുക്കണം. തീർച്ചയായും ഈ അകലക്കുന്ന നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഈ പര്യടന പരിപാടി ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒപ്പമുണ്ടാകണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂണിയൻ. പ്രിയമുള്ളവരെ, ഐക്യജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥി ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മന്റെ നമ്മുടെ അകലക്കുന്നം പഞ്ചായത്തിലെ പര്യടന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മയോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ചെങ്ങള നിവാസികളോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാതെ അദ്ദേഹത്തെ സ്നേഹം പ്രിയപ്പെട്ട നേതാക്കൾ, സഹോദരി സഹോദരന്മാരെ, നീണ്ട ഒരു പ്രസംഗം വളരെ വൈകി ഇന്നത്തെ പരിപാടികൾ. ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ സ്ഥാനാർത്ഥി 3ാമത്തെ പഞ്ചായത്തിലേക്കാണ്
കടന്നിരിക്കുന്നു. ആദ്യത്തെ 2 പഞ്ചായത്ത് പാമ്പാടിയും ആർക്കുന്നു. ഇനി നാളെ പുതുപ്പള്ളി. ഇപ്പൊ 4 പഞ്ചായത്തുകൾ തീർത്തു കഴിഞ്ഞു നാളത്തോടുകൂടി. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലം എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കൃത്യമായ പ്ലാനുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങളൊരു സഹോദരനായി, മകനായി, സുഹൃത്തായി ഞാൻ കാണുന്നു പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. നാക്കാട്ടൂര് നമ്മളൊരു ടർഫ് പണിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് 48 വീടുകൾ പണിഞ്ഞ് കൈമാറിയത്. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ള ആഗ്രഹം പൂർത്തീകരിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടു. അത് സർക്കാരിനെ കൊണ്ട് ഇവിടുത്തെ വികസനം നടത്തുക എന്നുള്ളത്. അത് അസാധ്യമായിട്ടുള്ള കാര്യം. കാരണം ഈ സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറല്ല. ഇപ്പൊ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ നിലവാരത്തിലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിഭാവനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ 10 വർഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി. കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടി പണിഞ്ഞതിന് ശേഷം ഇന്ന് ചെന്ന് അറിയാം, കണ്ണൂർ എയർപോർട്ട് തകർന്നിരിക്കുക, ഒരു വിമാനം പോലും വരുന്നില്ല. അങ്ങനെ തകർത്തുപോലെ നമ്മുടെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടെ തകർത്തിരിക്കുക. ഒന്നുമില്ലാത്ത സാഹചര്യം. ഇവിടെ നമുക്ക് ഈ സർക്കാരിന്റെ ഒരു പോസിറ്റീവ് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. നമ്മള് 1 കോടി രൂപയാണ് താഴത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഒരു സ്വിമ്മിംഗ് പൂള് ആരക്കുന്നക്കാർക്ക് കൂടി കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കൊടുത്തത്. അത് ഉപയോഗിച്ചില്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പോലുമില്ല. അങ്ങനെ മുഴുവൻ തകർത്തിട്ട ഒരു സർക്കാർ. ഈ സർക്കാരിനെതിരെയുള്ള വികാരം, നമുക്കറിയാം, അയ്യപ്പന്റെ സ്വർണ്ണം ഉൾപ്പെടെ കൊള്ളയടിച്ച ഒരു സർക്കാർ. ആ സർക്കാരിനെതിരെയുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പ് പ്രതികരിക്കും എന്നുള്ള സംശയമില്ല. എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും വിജയ സ്നേഹം ഒരിക്കൽ കൂടി നൽകി എന്നെ വിജയിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ വിജയം ഈ നാടിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ വിജയം മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം. ഒരു അപ്രോച്ചാണ് പൊതുവെ കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം യുഡിഎഫിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ 2.5 വർഷം MLA നില എന്തൊക്കെ ചെയ്തു. 47 വീടുകൾ, ടർഫ് കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ സ്കോളർഷിപ്പ് 35 ലക്ഷത്തിന് സ്കോളർഷിപ്പ്, പിന്നെയും പരിപാടികൾ ചെയ്തു. വിദ്യാജ്യോതി, ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി, സെൻട്രൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ, ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉള്ള പദ്ധതി, അങ്ങനെ വിവിധ പദ്ധതികൾ. ഡോൺ ബോസ്കോ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസുമായി ചെയ്ത ഫ്രീ ആയിട്ടുള്ള ഫുട്ബോൾ ട്രെയിനിങ് 4 പഞ്ചായത്തിലാണ് ഈ മണ്ഡലത്തിൽ നടന്നത്. അങ്ങനെ വിവിധ പരിപാടികൾ എന്റെ കഴിവിനൊത്ത് ചെയ്യുവാനും സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ ചെയ്യുകയും ചെയ്യും. സർക്കാരിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സർക്കാർ ഒരാൾക്കും ഒരു നന്മ ചെയ്യാൻ തയ്യാറല്ല, പ്രത്യേകിച്ച് UDFന്റെ പ്രതികളുള്ള സ്ഥലം. പുതുപ്പള്ളിയിൽ പിന്നെ ഞാൻ കണക്കെടുക്കാത്ത, ഞാൻ 2 ദിവസമായിട്ട് കണക്കെടുത്ത് പറയുന്നുണ്ട്, സമയക്കുറവുകൊണ്ട് പറയാത്ത. അങ്ങനെയാണെങ്കിൽ പാമ്പാടി നമ്മുടെ വില്ലേജ് സിവിൽ സ്റ്റേഷനാണ്. ഉമ്മൻചാണ്ടി സർക്കാർ സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് വില്ലേജ് ഓഫീസാക്കി. അങ്ങനെ വില്ലേജ് ഓഫീസാക്കിയിട്ട് വില്ലേജ് ഓഫീസിന് പണി എന്തായി? ഒരു കല്ല് മാത്രം ഇട്ടിട്ട് പോയി. പിന്നെ ഉമ്മൻചാണ്ടിന്റെ പേരിൽ മിനി സിവിൽ സ്റ്റേഷൻ എന്തായി? ഒരിടത്തും എത്തിയില്ല. അതുപോലെ തന്നെയാണ് പാറക്കടവ് പാലം, കമ്പനിപ്പടി പാലം, കടവ് പാലം, അതുപോലെ തന്നെ വാലങ്കൽ പാലം. 3 പാലങ്ങൾ. ഒരു പാലം പുനർനിർമ്മിക്കേണ്ടതാണ്, ബാക്കി 2 പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ സർക്കാർ ഈ നാടിനോട് കാണിക്കുന്ന അവഗണന. ഇപ്പൊ ഞാൻ 63 ലക്ഷം രൂപ നമ്മുടെ വാകത്താനത്ത് ഒരു കുളത്തിന് കൊടുത്തു നന്നാക്കാൻ, തേവരേറ വന്നപ്പോ കൊടുത്തയാ. 2.5 വർഷമായി അനക്കിയത്. ഇങ്ങനെയുള്ള സമീപനമാണ്. നമ്മുടെ പരിപാടി ഇരുചക്ര വാഹനങ്ങളുടെ നമ്മുടെ സ്ഥാനാർത്ഥി പര്യടന ഭാഗത്തിന് മുമ്പിലേക്ക് കടന്നു വരിക. നമ്മുടെ 4 വീലറുകളെ സ്ഥാനാർത്ഥിയുടെ നമ്മുടെ പര്യടനം, നിങ്ങളുടെ എല്ലാം സ്നേഹവും അനുഗ്രഹവും അദ്ദേഹത്തിന് വേണമെന്ന് അദ്ദേഹം നിങ്ങളെ കണ്ട് അപേക്ഷിക്കുന്നു. ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികൾ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ. സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കാക്കുടിയിൽ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചത് അതിയായ അഭിമാനം. ഈ കാക്കുടിയിൽ വരുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, 2 വർഷം മുമ്പ് ഞാൻ MLA ആയി ആദ്യം മത്സരിക്കുമ്പോൾ പണിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം,
25 വീടിന്റെ തറക്കല്ല് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ എന്നും വാക്ക് പാലിച്ചുകൊണ്ട് കാണുമെന്ന് ഉറപ്പു തരുന്നു. ഒപ്പം ഒരു കാര്യത്തിൽ ഞാൻ പരാജയം സമ്മതിക്കുന്നു, ഈ സർക്കാരിനെ കൊണ്ട് വികസനം ഉറപ്പാക്കുക. അത് ഞാൻ പരാജയപ്പെട്ടു. കാരണം ഈ നാടിനെ തന്നെ വഞ്ചിച്ചൊരു സർക്കാർ. നമുക്കറിയാം, നമ്മുടെ ഗുണമുള്ള ഇവിടെയുള്ള ഹോസ്പിറ്റൽ, ഇവിടെയുള്ള കാര്യങ്ങൾ, ഗുണമുള്ള ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ തീർച്ചയായും പന്താവിൽ പുതുപുത്തൻ നാഴികക്കല്ലുകൾ സമ്മാനിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ചാണ്ടി ഉമ്മനതായി വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ. ഇവിടെ വരുവാനും കഴിഞ്ഞ ദിവസം സൈക്കിളിൽ ഇവിടെ വന്ന എല്ലാ കടകളും കയറിയിട്ടാണ് ഞാൻ പോയത്. എല്ലാവരും സ്നേഹവും കരുതലും എനിക്ക് ലഭിച്ച ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. വിശദമായി എല്ലായിടത്തും ഓടിയെത്താൻ ഞാൻ വരുന്നില്ല. എങ്കിലും ഈ കാഞ്ഞിരമറ്റത്ത് വരുമ്പോൾ 2.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഒരു മകനായി, സുഹൃത്തായി, വഴികാട്ടിയായി കാണും എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു. ടർഫ് കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു. ഇങ്ങനെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ സിവിൽ സ്റ്റേഷനുകൾ, ക്യാമറ ഇൻസ്റ്റിറ്റ്യൂട്ട് 10 വർഷം മുമ്പ് അവിടെ കാണുവാൻ, നമ്മോട് സംസാരിക്കുവാൻ, നമ്മുടെ വളരെ വിലയേറിയ ഓരോ വോട്ടുകളും നേരിട്ട് അഭ്യർത്ഥിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി ചാണ്ടി ഉമ്മനതാ കടന്നുവന്നു. പ്രിയപ്പെട്ട നിവാസികളെ നിങ്ങൾ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നുണ്ട്. ഐക്യ ജനാധിപത്യമുണ്ട്. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനുവേണ്ടിയാണ് സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകൻ പാണ്ടി മലയാളം അടക്കി വാഴും അയ്യനയ്യപ്പന്റെ പൊന്നൻ ശ്രീകോണി പോരാളി ചാണ്ടിയമ്മന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ കൈപ്പത്തിയിൽ നിങ്ങളുടെ മനസ്സിന്റെ മുമ്പോട്ട് പോകേണ്ടതാണ്. ബൂത്തൽപ്പ് ജംഗ്ഷനിലാണ് നമ്മുടെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോടൊപ്പമായിരിക്കാനും സാധിച്ച് വലിയ സന്തോഷം. ഇവിടെ വരുവാനും അല്ലേ 100 വീടുകൾ കൂടി ചെയ്യുവാൻ, അതിനുവേണ്ടി ഫ്ലെക്സും തുടരുന്നൊരു മകനാണ്